ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ആ ദൂരെ കാണുന്ന ദ്വീപിലേക്കാണ്. അതൊരു ദേവാലയമാണ്. അവിടെ കൊടുക്കാനുള്ളതാണ് ഈ പൂക്കൾ. പിന്നെ നമ്മൾ കയറുന്ന സമയത്ത് നമ്മുടെ ചെരുപ്പെല്ലാം ഇവിടെ സൂക്ഷിക്കാൻ കൊടുക്കാം. ഈ ദേവാലയത്തിൻ്റെ പേരാണ് സീനിഗാമ ദേവാലയം. ഇവിടെ ബുദ്ധൻ്റെ പ്രതിഷ്ഠയുണ്ട്, ഹിന്ദു ദൈവങ്ങളുടെയും പ്രതിഷ്ഠയുണ്ട്. ബുദ്ധ മന്ത്രോച്ചാരണം ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ സുനാമി വന്ന സമയത്ത് ഈ അമ്പലം ഒഴിച്ച് ബാക്കി എല്ലായിടവും നശിച്ചു പോയെന്നാണ് പറയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഈ ബീച്ചിനോട് അടുത്തുള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ ഞാൻ കരയിലുള്ള മെയിൻ അമ്പലത്തിൽ നിൽക്കുവാണ്. ഈ അമ്പലത്തിൽ നിന്ന് നമ്മൾ ബോട്ട് പിടിച്ച് വേണം അപ്പുറത്ത് ആ ദ്വീപിലുള്ള അമ്പലത്തിലേക്ക് പോകാനായിട്ട്. അതിന് നമ്മൾ കുറച്ച് പൈസ അവിടുത്തെ ബോട്ടിലുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊണ്ട് നമ്മളാക്കിത്തരും. ഈ ദ്വീപിലുള്ള അമ്പലത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് ശത്രു സംഹാരം ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതുപോലെ വിളക്ക് കത്തിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം ഇടിക്കുന്ന കല്ലുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഉണക്കമുളകും പിന്നെ വേറെ എന്തൊക്കെ ചേർക്കുമെന്ന് അറിയില്ല, അത് നമ്മളിങ്ങനെ ഇടിച്ച് ചതച്ച് പൊടിച്ച് അവിടെ ഇങ്ങനെ ഈ ചുറ്റും നിങ്ങൾക്ക് കാണാം തറയിലൊക്കെ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു മന്ത്രോച്ചാരണത്തിന് ശേഷം അങ്ങനെ ഇട്ട് അവർ പ്രാർത്ഥിക്കുവാണ് ശത്രുവിനെ എതിരെ, അല്ലെങ്കിൽ അവർക്ക് എന്ത് വിഷമമാണ് ആ ശത്രുവിനെ കൊണ്ടുണ്ടായത് അതിനുള്ള തക്കതായ ശിക്ഷ അവർക്ക് കൊടുക്കണേ എന്നുള്ളതാണ് ഈ അമ്പലത്തിൽ ഇവർ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെയും പ്രാർത്ഥിക്കാം, പക്ഷേ ഇതിനായിട്ടാണ് മെയിൻലി വരുന്നത്. ഇങ്ങനെ ഭീമാകാരനായ ഒരു പ്രതിഷ്ഠ അവിടെയുണ്ട്. എനിക്ക് ആരാന്നൊന്നും അറിയില്ല. അതിനുശേഷം ഒരു തേങ്ങയിൽ ഇതുപോലെ തിരി കൊളുത്തി ഇങ്ങനെ ഇവർ പ്രാർത്ഥിക്കും. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് തേങ്ങ ഉടയ്ക്കും. തേങ്ങ ഉടയ്ക്കാനുള്ള ഒരു പ്രത്യേക സ്ഥലമുണ്ട്. ഇതിന് പിന്നിലുള്ള ഐതിഹ്യമൊന്നും അറിയില്ല, പക്ഷേ ഇങ്ങനെ ഒരു വിശ്വാസമാണ് ഇവിടെയുള്ളത്. നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി പടിക്കെട്ടിൽ ചവിട്ടിയാണ് അമ്പലത്തിൽ കയറുന്നത്. ഇവിടെയാണെങ്കിൽ ഒത്തിരി ചെറിയ ചെറിയ ഞണ്ടുകളുണ്ട്. അപ്പോൾ വീഡിയോ ഉണ്ടതിന് നന്ദി.